നമസ്കാരം. എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഈ വിഷുവോടുകൂടി ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഗജകേസരി യോഗത്താൽ ജീവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് തെളിയും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. ഇന്ന് പുലർച്ചെ ഒന്ന് രാശി വെച്ച് നോക്കിയപ്പോൾ ഈ പുതുവർഷത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്ന, ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ഈ സകല ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ്. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. ഈ നക്ഷത്രജാതകർക്ക് ഒന്നോ ഒന്നിലധികമോ രാജയോഗങ്ങൾ വന്നു ചേരും. ഇവരുടെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ വിഷുവിന് ശേഷം സ്വന്തം വിധി തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥയാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത്. പ്രശ്നഫലത്തിൽ അങ്ങനെ തന്നെയാണ് തെളിഞ്ഞത്. ഇവർക്ക് രണ്ട് യോഗങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഒന്ന് ഗജകേസരി യോഗവും ഒന്ന് രാജയോഗവും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇതുകൊണ്ട് ഇവർക്കുള്ള ജീവിതത്തിൽ സംഭവിക്കും. അതിൻ്റെ കാരണം ചില ഗ്രഹനിലകൾ, ചില ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാകുന്നു എന്നത് തന്നെയാണ്. കണ്ണീര് തുടയ്ക്കുക, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ തീർന്നു എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ഗജകേസരി യോഗത്താലും രാജയോഗത്താലും വാഴുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുമെന്ന്. കിരീടം വയ്ക്കില്ല, പക്ഷേ രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. കേസരി എന്നാൽ സിംഹം എന്നതാണ് അർത്ഥം. ശത്രുക്കളെ പരാജയപ്പെടുത്താനും സമൂഹത്തിൽ അത്യുന്നത പദവിയിലെത്താനും അതുപോലെ തന്നെ അളവറ്റ ധനം സമ്പാദിക്കാനും ഈ യോഗം ഈ നക്ഷത്ര ജാതകനെ ഉറപ്പായിട്ടും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷുവിന് ശേഷം മിഥുനത്തിലെ വ്യാഴവും ചന്ദ്രൻ്റെ സഞ്ചാരവും ഈ 5 നക്ഷത്ര ജാതകർക്ക് ഈ യോഗം ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് സമ്മാനിച്ചിരിക്കും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. ആ 5 ഭാഗ്യ നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വിഷുവിൻ്റെ അന്ന് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടുവാൻ നമ്മൾ പല വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്രദർശനം നടത്തുന്നു, അവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നു, പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെ പല നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് നല്ലതായി ഭവിക്കും. വിഷുവിൻ്റെ അന്ന് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. 14, 15 തീയതികളിൽ, അതായത് വിഷുവിൻ്റെ അന്നും അതിൻ്റെ തലേ ദിവസവും ഉദയാസ്തമന പൂജയുണ്ടായിരിക്കും. അതായത് ഉദയം മുതൽ അസ്തമനം വരെ. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം, വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. അതിൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന വിഷുവിന് ശേഷം വലിയ ഒരു കുതിച്ചു ചാട്ടം തന്നെ വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രം തന്നെയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇനി സമ്പാദിക്കാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. രോഹിണിയുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഭാഗ്യം ഒരുപാട് തുണയ്ക്കും. ധനം സമ്പാദിക്കാൻ കഴിയും. വിദേശത്ത് പോകാൻ കഴിയും. വിദേശത്ത് നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ
പഠിക്കാനായിട്ട് യൂറോപ്യൻ കൺട്രിയിലോ അതേ കണക്ക് കാനഡയിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. തീർച്ചയായും വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയം പുണർതം നക്ഷത്ര ജാതകർക്ക് കേസരി യോഗം നൽകുന്നത് ഇരട്ടി മധുരമാണ്. ഞാൻ പറഞ്ഞില്ലേ രാജയോഗമെന്ന്. രാജയോഗവും ഗജകേസരി യോഗവും ഇവർക്ക് ഒന്നിച്ചു വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാത്ത അത്രയൊരു വലിയ വളർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിന് കേസരി യോഗം നൽകുന്നത് രാജകീയ ജീവിതമാണ്. ഭരണരംഗത്തോ രാഷ്ട്രീയത്തിലോ ഉള്ളവർക്ക് വൻ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കടബാധ്യതകൾ തീർക്കാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും ഈ ഗ്രഹനില നിങ്ങൾക്ക് വളരെ പര്യാപ്തമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കേസരി യോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതും. ഇനി ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കോട്ട തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ഗജകേസരി യോഗമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ചിത്തിര നക്ഷത്ര ജാതകർ എത്തും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു നല്ല കാലഘട്ടമാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ജോലി കിട്ടും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകാൻ സാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രമാണ്. എന്തു ചെയ്തിട്ടും ഒരു ഫലമില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങൾ, ഉത്രാട നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ആത്മവിശ്വാസവും കേസരി യോഗത്തിൻ്റെ കരുത്തും ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കും. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ വലിയ ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വസന്തകാലമാണ്. എന്നാൽ ഈ ഗ്രഹദോഷമുള്ളവർ ശരിയായ പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച, വലിയ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ധാരയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഏതായാലും വലിയൊരു ഉയർച്ച, വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എല്ലാ സങ്കടങ്ങളും മാറും. തീർച്ചയായിട്ടും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറുവാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ ധാര നടത്തണം. ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗോവിന്ദ എന്ന് എപ്പോഴും മനസ്സിലൊരു നാമം ഉണ്ടായിരിക്കണം. അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തൂത്തെറിയുവാനും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുവാനും നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലെത്തുവാനും സാധിക്കും. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നല്ല നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.